ഞാനിട്ട് മൈലാഞ്ചിയുടെ ഡിസൈൻ കാണിച്ചു തന്നല്ല കേട്ടോ, ഒരു ഹായ് പറഞ്ഞതാണ്. അപ്പോൾ ഞാനും ചേച്ചിയും അമ്മയും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ തലേദിവസം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ തക്കുടൂന് കൊടുത്ത വാച്ചും എന്താ പറയുക ഷൂവും ടീഷർട്ടൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടി ആയ കാരണം കൊണ്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും ഫുഡൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് തന്നെയായിരുന്നു ഞാൻ ആ പറഞ്ഞ കല്യാണത്തിൻ്റെ തലേദിവസം കൂടിയും. അപ്പോൾ ഞങ്ങൾക്ക് തലേദിവസം പോകേണ്ടത് കാരണം കൊണ്ട് ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം റെഡിയായിട്ട് മാമൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ആദ്യം പോയി. അവർ പിന്നീടാണ് എത്തുന്നത്. അപ്പോൾ മാമൻ്റെ വീട്ടിലായിരുന്നു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനെ ഒരു ട്രഡീഷണൽ വെയർ ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് പെങ്ങളും ഭർത്താവുമാണ് കല്യാണച്ചക്കൻ്റെ. പിന്നെ ഞങ്ങൾക്കും ദക്ഷിണയൊക്കെ തന്നു. അപ്പോൾ സ്ഥാനം കൊണ്ട് മൂത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ കൊടുക്കലും ആ ഒരു ചടങ്ങ് തലേദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തത് ഓപ്പൺ ഓഡിറ്റോറിയം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഓഡിറ്റോറിയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടായിരുന്നു ബാക്കി ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഓഡിറ്റോറിയം നല്ല രസമുള്ള ഒരു ആംബിയൻസ് ഉള്ള ഓഡിറ്റോറിയം ആയിരുന്നു. അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ പിടിച്ചിരുത്തിയിട്ട് ചേട്ടന്മാരൊക്കെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലാടിയ ചെറിയ വീഡിയോ ഒക്കെ ഉണ്ട്. അമ്മയുടെ വീട്ടിലെ എല്ലാ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ചേച്ചി ഇതാ വൈകുന്നേരമായപ്പോഴേക്കും ചേച്ചി എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇനി അടുത്തത് കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കളിയൊക്കെ ആയിരുന്നു. ഞങ്ങളിരുന്ന് ഊഞ്ഞാലാടിയത് കണ്ടപ്പോൾ ഇതേ കളിയാക്കിയിട്ട് എന്താ പറയുക യൂട്യൂബിലിടാനല്ലേ എന്നൊക്കെ പറഞ്ഞ് തന്നെ കളിയൊക്കെയാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ വെച്ചപ്പോൾ അതേ പിള്ളേർ കയറിയിട്ട് ഡാൻസ് കളിയൊക്കെ തുടങ്ങി. പിന്നെ പിറ്റേ ദിവസം മലപ്പുറത്തേക്ക് പോകേണ്ട കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങി മുല്ലപ്പൂ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോന്നു.